സണ്ടർലാൻഡ് 0, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 0. ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഏറ്റവും വേഴ്സ്റ്റ് ഗെയിം ഏതാണെന്ന് ചോദിച്ചു തന്നാൽ വേറെ ഉത്തരങ്ങളൊന്നും തേടിപ്പോണ്ട കാര്യമില്ല. ഇതാണ് ഏറ്റവും വേഴ്സ്റ്റ് ഗെയിം. ഒരു വിരസമായിട്ടുള്ള സമനില. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എല്ലാ മേഖലകളിലും രണ്ടാമതാണ് എത്തിയിരിക്കുന്നത്. ഏറ്റവും നമ്പർ 1 ആയിട്ട് എത്തിയിരിക്കുന്നത് വെച്ച് പറഞ്ഞാൽ സേവ്സ്. നമ്മളാണ് ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തിയത്. അതിൽ മാത്രം 1. ബാക്കിയുള്ള എല്ലാ മേഖലകളിലും നമ്മൾ രണ്ടാമതെത്തി. ഏറ്റവും മോശമായിട്ടുള്ള ഗെയിം എനിക്ക് പറഞ്ഞാൽ ഈ ഗെയിം നമ്മൾ കളിച്ചതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ചാമ്പ്യൻസ് ലീഗ് ഉറപ്പിച്ച സ്ഥിതിക്ക് ഇതിന് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളൊരു മൈൻഡോട് കൂടിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഗെയിം കളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വി വർ സെക്കൻഡ് ടു എവറിത്തിങ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ എങ്കിലും ഓക്കെ, പൊസിഷന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്പർ 1 ആയിരുന്നെങ്കിൽ നമുക്കറിയാം, ഓക്കെ ഫൈൻ, വി അറ്റ്ലീസ്റ്റ് ട്രൈഡ്. ഇതെന്ന് പറഞ്ഞാൽ അതല്ല, വി വെർ ലൈക്ക് സെക്കൻഡ് ടു എവറിത്തിങ്. 50-50 ചാൻസസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് താല്പര്യമേ ഇല്ലാത്ത രീതിയിലാണ് കളി നടന്നത് എല്ലാ കാര്യത്തിലും. ആൻഡ് ഈ ഗെയിമിൽ തുടങ്ങുന്നത് വെച്ച് പറഞ്ഞാൽ വി മെയ്ഡ് ലോട്ട് ഓഫ് ചേഞ്ചസ്. സെർക്സി വരുന്നു സെസ്കോന് പകരം, പിന്നെ എന്താ പറയുക, ലിസാൻഡ്രോ മാർട്ടിനസ് വരുന്നു, അമാദ് റൈറ്റിൽ വരുന്നു. ആൻഡ് ഏകദേശം 5 ചേഞ്ചസോട് കൂടിയായിട്ടാണ് ഈ കളി തുടങ്ങുന്നത്. ആൻഡ് നമ്മൾ സെക്കൻഡ് ഹാഫിൻ്റെ, അതായത് എക്സ്ട്രാ ടൈം വേണ്ടി വന്നു നമുക്കൊരു ഷോട്ട് ഓൺ ടാർഗറ്റും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ആ ഒരു അറ്റാക്ക് നടത്താൻ വേണ്ടി അത്രയും ഇവരെ കാത്തു നിന്നു. അതുവരയ്ക്ക് നമ്മൾ ഒരു കാര്യത്തിനും ഒരു ഉണർവില്ലായിരുന്നു. ഏറ്റവും അവസാനം എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഓക്കെ നമുക്ക് ജയിക്കണമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ കളി തുടങ്ങുന്നത് തന്നെ സെക്കൻഡ് ഹാഫിൻ്റെ എക്സ്ട്രാ ടൈമിൽ മാത്രമാണ്. സോ അത് തന്നെ എന്താ പറയുക, എനിക്കറിയത്തില്ല, ഇത് ഈ ഒരു മൈൻഡോട് കൂടി പ്ലെയേഴ്സ് നിൽക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി നമുക്ക് ഏറ്റവും പരിതാപകരമായിട്ടുള്ള സിറ്റുവേഷൻ സമ്മാനിക്കാനായിട്ടുള്ള ഇതുണ്ട് അടുത്ത സീസണിൽ. ബിക്കോസ് വി ആർ ഗോയിങ് ഇൻ ടു ചാമ്പ്യൻസ് ലീഗ്. ചാമ്പ്യൻസ് ലീഗിൽ എങ്ങനെയാണ് ഈ ഒരു മനോഭാവമായിട്ട് കളിക്കാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ പോയി കഴിഞ്ഞാൽ വല്ല എന്താ പറയുക, ഏറ്റവും മോശമായിട്ടുള്ള ടീം, അതായത് നമ്മുടെ ടോപ്പ് 5 ലീഗ്സിൽ അല്ലാത്ത പുറത്തോട്ടുള്ള ക്ലബ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്നൊക്കെ ഉള്ള ടീമുകൾ വന്ന് തന്നെ നമ്മൾ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഗെയിമോട് കൂടി എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അടുത്ത സീസണിൽ നമുക്ക് കുറഞ്ഞത് 4 ആൾക്കാരല്ല വേണ്ടത്, നമുക്ക് കുറഞ്ഞത് 6 പേരെങ്കിലും ഈ ടീമിൽ വേണം എന്നുള്ളത് വെച്ചാൽ ലൈക്ക് ദാറ്റ് ഇസ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ നമുക്ക് അടുത്ത സീസൺ ഒരു ചാമ്പ്യൻസ് ലീഗ് എന്നുള്ള ആ വലിയ കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ ഈ ഉള്ള പ്ലെയേഴ്സും പിന്നെ വരുന്ന ഒരു 3-4 പ്ലെയേഴ്സും വെച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ ഐ ആം വെരി ഷുവർ ദറ്റ് വി വിൽ ബി ഔട്ട് ഓഫ് ദ കോമ്പറ്റീഷൻ ഇൻ ദ ഫസ്റ്റ് റൗണ്ട് ഇറ്റ്സെൽഫ്. അത്രയ്ക്ക് ഉള്ള എന്താ പറയുക, ചെറിയ ബെഞ്ച് സ്ട്രെങ്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് പ്ലേയിങ് 11 കഴിഞ്ഞു വരുന്നാൽ പിന്നീട് വരുന്ന പ്ലെയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവരൊന്നും ഒരു രീതിയിലും നമ്മുടെ ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ പാകത്തിന് മികച്ച പ്ലെയേഴ്സ് ഒന്നുമല്ല. സോ വി നീഡ് അറ്റ്ലീസ്റ്റ് 6 പ്ലെയേഴ്സ് ടു പ്ലേ. പിന്നെ ഈ ഗെയിമിലെ മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമാദ് എത്രയോ കാലങ്ങളായി മോശമായിട്ട് കളിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഗോളിൻ്റെ അല്ലെങ്കിൽ അസിസ്റ്റ് നൽകുന്നില്ല എന്നുള്ള ഇത് കാര്യം മാത്രമല്ല, അല്ലാതെ ഇൻ പ്രോപ്പർ ഗെയിമിൻ്റെ അകത്ത് തന്നെ എന്തുമാത്രം മോശമായിട്ടുള്ള ഇതാണ്. ഒരു പ്ലെയറിനെ 1-on-1 ബീറ്റ് ചെയ്യാൻ പോലും അമാദിന് പറ്റുന്നില്ല. സോ ഹി ഹാസ് ലോസ്റ്റ് ഹിസ് ചാം. ഇത്രയും നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ എന്ന് പറഞ്ഞാൽ മികച്ച കളികൾ കാഴ്ചവെച്ചിരുന്ന ഒരു പ്ലെയർ ഈ സീസണിൽ വന്നു കഴിഞ്ഞാൽ ഹീസ് ലോസ്റ്റ് ഇറ്റ്. ആഫ്കോൺ കഴിഞ്ഞിട്ട് പിന്നീട് ഒന്നുമില്ല ഇവർക്ക് ഓഫർ ചെയ്യാനായിട്ട്. പിന്നെ മൗണ്ടിനെ ഒക്കെ ഇവിടെ മിഡ്ഫീൽഡിലാണ് കളിപ്പിച്ചത്. മിഡ്ഫീൽഡിൽ കളിപ്പിച്ച് മൗണ്ടിനൊന്നും ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് കളിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഐഡിയ ഇല്ല. സെർക്സി അതേപോലെ തന്നെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു ഹോൾഡ് പ്ലേ കുറച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ്, പക്ഷെ ആ സ്ട്രെങ്ത്തിനനുസരിച്ചൊന്നും നമുക്ക് കളിപ്പിക്കാനായിട്ട് പറ്റിയിട്ടില്ല. സോ ഇതിപ്പം മൗണ്ടിനെയും സെർക്സിനെയും കുറ്റം പറയുന്നതല്ല, കാരണം അവർ വല്ലപ്പോഴാണ് കളിക്കുന്നത്. ഇപ്പോൾ ക്യാരിക്കിൻ്റെ അണ്ടറിൽ ക്യാരിക്ക് കളിപ്പിക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്ലെയേഴ്സ് ഉണ്ട്, അതല്ലാതെ പുറത്ത് കൂടുതൽ റൊട്ടേഷൻ കളിപ്പിക്കുന്ന ഒരു ഇതല്ല. സോ സെർക്സിക്കൊക്കെ ആണ്ടിലെ സംക്രാന്തിക്കൊക്കെയാണ് ഈ ഒരു ചാൻസ് കിട്ടുന്നത്. ആ സമയത്ത് അവർ പ്ലെയേഴ്സ് അങ്ങ് കത്തി ജ്വലിക്കണം എന്ന് പറഞ്ഞു തന്നാൽ ദാറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ്. അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ മൗണ്ടും സെർക്സിക്കൊക്കെ ഇതേ കണക്ക് എന്താ പറയുക, അണ്ടർ പെർഫോമൻസ് ആയിരിക്കും അവർ കാഴ്ചവെക്കുന്നത്. സോ ഐ തിങ്ക് കാരിക് നീഡ്സ് ടു റൊട്ടേറ്റ് ദിസ് പ്ലെയേഴ്സ് എ ലോട്ട്. ഈ ഒരു കളിയിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കസമീറോ എന്നുള്ളൊരു പ്ലെയർ, ഓക്കെ, കസമീറോ കളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കളിക്കാത്തപ്പോഴും ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മൾ ഒരു ഗെയിം കാണുമ്പോൾ ഈ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ കസമീറോ കളിക്കുന്നില്ലേ എന്നായിരിക്കും ഫസ്റ്റ് ചോദ്യം. കാരണം ദാറ്റ് ഇസ് ഹൗ വി പ്ലേ. നമ്മുടെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഒരു എന്താ പറയുക, ഇറ്റ് ഇസ് നോട്ട് എക്സിസ്റ്റൻറ്റ്. അത് തന്നെ പറയാനായിട്ട് മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞ സംഭവം അവിടെ നിലനിൽക്കുന്നില്ല. അപ്പോൾ കസമീറോ ഇല്ലാത്തൊരു മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ നാദിനില്ല കളരി പോലെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും
അവിടെ എന്താ പറയുക കുത്തഴിഞ്ഞിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ കാരിക് നീഡ്സ് ടു ലൈക്ക് മേക്ക് ഹിസ് ചേഞ്ചസ്. ലൈക്ക് എന്തായാലും അടുത്ത സീസണിൽ വരുമ്പോൾ കാസമീറോന് പകരം വരുന്നൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു 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 ഏറ്റവും ബെസ്റ്റ് പ്ലെയർ തന്നെ ആയിരിക്കണം ആ ഒരു ഇതിലേക്ക് വരാനായിട്ട്. എൻ്റെ മൈൻഡിലുള്ള പ്ലെയറിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് നോട്ട് ഡിസ്കസ് ഇറ്റ് ഇൻ ദിസ് വീഡിയോ. അപ്പോൾ ആ ഒരു 80 മില്യൺ പ്ലെയർ, അതും ഒരു പ്രോപ്പർ പ്ലെയർ തന്നെ ആയിരിക്കണം ആ ഒരു ഇതിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ വി ആർ ഡൺ. അടുത്ത സീസൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് കടക്കത്തില്ല ചാമ്പ്യൻസ് ലീഗിൻ്റെ ഈ ഒരു നിലയ്ക്കാണെങ്കിൽ. പിന്നെ ബ്രൂണോയുടെ ഗെയിമും വളരെയധികം മോശമായിരുന്നു. ആൻഡ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ഹിസ് അസിസ്റ്റ് റെക്കോർഡ്. ഇനി 2 കളിയേ ബാക്കിയുള്ളൂ. ആ അസിസ്റ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം സാധ്യത ആകും എന്നുള്ള കാര്യം സംശയത്തിന് അങ്ങനത്തെ ഒരു നിലയിൽ നിൽക്കുവാണ്. സോ ദാറ്റ് വാസ് പുവർ. പിന്നെ അതിനുശേഷം ഈ ഒരു ഗെയിമിൽ നടന്നിരുന്നാൽ ആ ഒരു എൽബോ ഇൻസിഡന്റ്, ബ്രൂണോ ബോളുമായിട്ട് പോകുന്നു, ഡെലിബറേറ്റ്ലി വന്നിട്ട് എൽബോ കൊണ്ടുവച്ചിട്ട് ബ്രൂണോയുടെ മുഖത്ത് ഇടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സംഭവം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്ലെയർ ആണ് ചെയ്തിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ കാസമീറോ ആണ് ഈ ഒരു ഫൗൾ ചെയ്തിരുന്നെങ്കിൽ, ഡെഫിനറ്റ്ലി റെഡ് കാർഡ്, ഉറപ്പായിട്ടും റെഡ് കാർഡ് അവിടെ കിട്ടുമായിരുന്നു. ബിക്കോസ് ഇത് ബ്രൂണോ ആണ്, അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്ലെയർ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു റെഡ് കാർഡൊന്നും അവിടെ കാര്യമാക്കുന്നില്ല. സി, അതെന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ് ആണ്. ഇതിപ്പോൾ ഒരു ഗെയിമിന്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവമല്ല. ഒരു പ്ലെയർ ബോളുമായിട്ട് പോകുന്നു, ബാക്കിൽ നിന്ന് വന്നിട്ട് എൽബോ വെച്ച് ഇടിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ലൈക്ക് ഡെലിബറേറ്റ്. ഇതിനകത്ത് എന്താ പറയുക, PGMOലിൻ്റെ അല്ലാതെ മറ്റേ ഓൾഡ് റെഫറിമാർ 1-2 പേരുടെ കമന്റ്സ് ഞാൻ കേട്ടു. ഇതെന്ന് പറഞ്ഞാൽ അത് ഹാർഡ് ആയിരുന്നില്ല എന്ന്. ഇതിനകത്ത് ഹാർഡും ഇതും സോഫ്റ്റും, ഈ ഡെലിബറേറ്റ് ആയിട്ട് കൊണ്ട് മുട്ടുവെച്ച് ഇടിക്കുന്നതിൽ ഹാർഡ് ഇടിയും അല്ലെങ്കിൽ സോഫ്റ്റ് ഇടിയും എന്നുള്ളതുണ്ടോ? ഡെലിബറേറ്റ് ആണ് അവിടെ സംഭവം. ഡെലിബറേറ്റ് മീൻസ് ഇറ്റ്സ് എ റെഡ് കാർഡ്. ഇത് മാന്യു ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും റെഡ് കാർഡ് അവിടെ കിട്ടിയേനെ. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞ വെച്ചാൽ പ്രസ്സിംഗ് ഗെയിം, നമുക്ക് വി ഡു നോട്ട് ഹാവ് എ പ്രസ്സിംഗ് ഗെയിം. ഇതിന് മുമ്പുള്ള മാനേജേഴ്സിൻ്റെ അണ്ടറിൽ നമ്മൾ കളിച്ചപ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ ഒന്ന് പ്രസ്സിംഗ് ഇതുണ്ട്. ഐ ഹാവ് നോട്ട് ഷുവർ അത് നമുക്ക് അതിനനുസരിച്ചുള്ള പ്ലെയേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണോ അതോ കാരിക്ക് ആ ഒരു ടാക്ടിക്സ് ചെയ്യാത്തത്, മനഃപൂർവ്വം അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ കയ്യിൽ ബോൾ കിട്ടുമ്പോൾ സണ്ടർലാൻഡ് പ്ലെയേഴ്സ് വന്ന് മുച്ചും, എല്ലാവരും കൂടെ വന്ന്, അല്ലെങ്കിൽ പ്ലെയേഴ്സ് വന്നിട്ട് നമ്മളെ പ്രസ് ചെയ്യാനായിട്ട് വരും. ആൻഡ് വി ആർ ലൈക്ക് നമ്മൾ ബോൾ കീപ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, അടിച്ച് കളയാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ കയ്യിൽ ബോൾ കിട്ടുമ്പോൾ എന്തുവാ, നമ്മൾ അവർക്ക് സാവകാശം ബോൾ വെച്ച് പാസ് ചെയ്ത് കളിക്കാനൊക്കെ ആയിട്ടുള്ള സമയം കൊടുത്ത് ഇതായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. വി ഡു നോട്ട് പ്രസ് പ്രോപ്പർലി, അല്ലെങ്കിൽ ഒരു ഹാഫ് പ്രസ് പോലും ഇല്ല. മറ്റേന്ന് പറഞ്ഞാൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഓടിപ്പോയി പ്രസ് ചെയ്യുക, അതൊക്കെയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പകുതി പോലും ഇല്ല. അത്ര എഫേർട്ട് പോലും കൊടുക്കാത്തൊരു സ്ട്രാറ്റജിയാണ്. അപ്പം സോ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻ മാർക്സ് ഓൺ കാരിക്. എൻ്റെ ഒരു മൈൻഡിൽ തോന്നുന്ന കാര്യം അതാണ്. കാരിക് ടാക്ടിക്സ് ഹി നീഡ്സ് ടു ഇംപ്രൂവ്. എനിക്ക് കാരിക്കിന് കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. എങ്കിൽ പോലും പലപ്പോഴും ഇപ്പോൾ ടെക്നിക്കൽ ഗെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. കുറച്ച് വൈബ്സ് ഉണ്ട് എന്നല്ലാതെ പ്രോപ്പറായിട്ടുള്ള ടെക്നിക്കൽ ഗെയിമൊന്നും നടക്കുന്നില്ല. എന്താ പറയുക, പ്ലെയേഴ്സൊക്കെ കുറച്ച് കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കുക, പിന്നെ അവസരം കിട്ടുമ്പോൾ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് പോവുക. പിന്നെ അത് തന്നെയാണ്, അങ്ങനെ ഗോൾ അടിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. വി ആർ ട്രൈങ് ടു ബി കോമ്പാക്ട്. അത് വെച്ച് അങ്ങനെ നിൽക്കുന്നത്, അത് പ്ലെയേഴ്സിന് അഭാവം കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണോ അതോ എന്താ പറയുക, ഇത് ഇങ്ങനത്തെ ഒരു ഗെയിം പ്ലാനുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് നമുക്ക് അറിയാത്തൊരവസ്ഥയാണ്. സോ വി നീഡ് ടു നോ. അടുത്ത സീസൺ ആകുമ്പം പ്ലെയേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ഇതേ സ്ട്രാറ്റജി ആണോ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് കൺട്രോൾഡ് ആയിട്ട്. നമ്മൾക്ക് എന്തുകൊണ്ട് കൺട്രോൾ കിട്ടുന്നില്ല ഒരു ഗെയിമിൽ? ഇത്രയധികം ഗെയിംസ് വന്നു, അതിൻ്റെ അകത്തൊന്നും നമ്മുടെ കയ്യിലല്ല കൺട്രോൾ. നമ്മൾ കൺട്രോൾ കൊടുത്തിട്ട് ബാക്കി അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്നുള്ള ഇതാണ്. മൊമെന്റ്സ് FC എന്ന് പറയും. കിട്ടുന്ന മൊമെന്റ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ കളി കൺട്രോൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ കയ്യിൽ ബോൾ വെച്ചിട്ടുള്ള കൺട്രോളിങ്ങും സംഭവങ്ങളൊന്നും നടക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സോ ഐ തിങ്ക് ദർ വുഡ് ബി എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഈ ഒരു ഗെയിമോട് കൂടി പല ആൾക്കാരും കാരിക്കിന് ഈ ഒരു ടീമിനെ മുമ്പോട്ട് നയിക്കാൻ പറ്റുമോ, ടെക്നിക്കലി നടത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വലിയ രീതിയിൽ ചോദിക്കാനായിട്ടുള്ളൊരു ഇടയുണ്ട്. ബിക്കോസ് വി ഹാവ് എ പ്രോപ്പർ മാനേജർ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നല്ലൊരു മാനേജർ ഉണ്ട് ഒരു പ്രോപ്പർ ഗെയിം പ്ലാൻ കളിക്കാനായിട്ട്. അല്ലാതെ ബാക്കിൽ എല്ലാ പ്രഷറും ആവാഹിച്ച് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് അവസരങ്ങൾ കിട്ടുമ്പോൾ മാത്രം അറ്റാക്ക് ചെയ്യാനോ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഗെയിമാണെങ്കിൽ അത് ഇറ്റ് ഈസ് ഗോയിങ് ടു പുട്ട് എ ലോട്ട് ഓഫ് പ്രഷർ ഓൺ ആ പ്ലെയേഴ്സ്. നമുക്ക് എന്ന് വെച്ചാൽ PSG ഒക്കെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർന്ന് ഏറ്റവും അവസാനം ശവപ്പെട്ടി ഒരുക്കി ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോകേണ്ട അവസ്ഥയായിരിക്കത്തുള്ളൂ ഇങ്ങനത്തെ ഒരു മൈൻഡ് ആണെങ്കിൽ. അല്ലാതെ പ്രോപ്പറായിട്ട് ഒരു പൊസിഷൻ ബേസ്ഡ് ഗെയിം കളിക്കാനായിട്ട് നിന്നില്ലെങ്കിൽ വി ആർ ഗോയിങ് ടു സഫർ.
ഇത് തന്നെയാണ് എനിക്ക് ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. സോ ഐ തിങ്ക് വി നീഡ് ചേഞ്ചസ്, അടിമുടി മാറ്റങ്ങൾ വരണം. പിന്നെ എന്താ പറയുക, അന്നും അതേ ഉള്ളൂ. ഈ കൂടുതലായിട്ട് ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് പറയാനൊന്നുമില്ല, കാരണം പ്രത്യേകിച്ച് പറയാനായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. സെനി ലാമൻസ് ഹാഡ് എ വണ്ടർഫുൾ ഗെയിം, നല്ല രീതിയിലുള്ള സേവുകളൊക്കെ നടത്തി, അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടൊരു 3-4 ഗോളിന് തോറ്റു പോകുമായിരുന്നു. അതല്ലാതെ വേറെ ഒന്നും തന്നെ പറയാനായിട്ടില്ല, എടുത്തു പറയാനായിട്ടുള്ള പോസിറ്റീവ്സ്. ഒൺലി സെനി ലാമൻസ് ഇസ് ദ പോസിറ്റീവ് ആൻഡ് ഹി ഈസ് ദ മാൻ ഓഫ് ദ മാച്ച് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതല്ലാതെ മൊത്തത്തിൽ വി ഹാഡ് എ വെരി ഡൾ ഗെയിം. എന്താണെങ്കിലും ലൈക്ക് കൈൻഡ്ലി പുട്ട് ദ കമൻസ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് സപ്പോർട്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.